ഉണക്കമീൻ വെച്ചിട്ട് നല്ലൊരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് തലഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി സോക്കാവാനായിട്ട് മാറ്റി വയ്ക്കണം. ഒരു 10-15 മിനിറ്റെങ്കിലും സോക്കാവാനായിട്ട് മാറ്റി വയ്ക്കണം. ഇത് ഒന്ന് ഹാർഡായിരിക്കും. ഇത് സോഫ്റ്റായി കിട്ടിയാൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ മുള്ള് കളഞ്ഞെടുക്കാൻ പറ്റൂ. തോരന് മുള്ള് കളഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഒരു 20 മിനിറ്റൊക്കെ നമ്മൾ സോക്കാവാനായിട്ട് ആ നനവോടുകൂടി തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നല്ല പെർഫെക്റ്റായിട്ട് സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ മുള്ളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മുള്ള് റിമൂവ് ചെയ്യാതെ തന്നെ തോരൻ ഉണ്ടാക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഉണക്കമീനിൻ്റെ മുള്ള് സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മുള്ളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. മുള്ളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിലോട്ട് പോകാം. നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. കുറച്ചധികം ചെറിയുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി തോരത്തിന് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ജീരകം, വെളുത്തുള്ളി, കളറിന് വേണ്ടിയിട്ട് ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കൂടെ മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുക്കുക. ഒത്തിരി അരഞ്ഞു പോകണ്ട. നമ്മൾ തോരത്തിന് ഒത്തിരി അരപ്പ് അരച്ചെടുക്കാറില്ല. ക്ലീൻ ചെയ്തെടുത്ത ഉണക്കമീൻ ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും എരിവിന് ആവശ്യത്തിന് പച്ചമുളകും അരച്ചെടുത്ത അരപ്പും കൂടി ഇതിൻ്റെ മുകളിലോട്ടിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉണക്കമീനിൽ ഉപ്പുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഒരല്പം വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ച് ഉപ്പത്ത് വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഈ വെള്ളമൊക്കെ വറ്റി ഇതെല്ലാം നല്ലോണം വെന്ത് കിട്ടിയതിന് ശേഷം മാത്രമേ ഇത് ഇളക്കി കൊടുക്കാവൂ. ഏതൊരു തോരൻ ഉണ്ടാക്കുമ്പോഴും എപ്പോഴും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ചെയ്യുക. അരപ്പൊക്കെ കുക്കായതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവൂ. അരപ്പും ഉണക്കമീനും ചെറിയ ഉള്ളിലേക്ക് ഇത് നല്ലോണം പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഉണക്കമീൻ തോരൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ഒന്ന് താളിച്ച് ഒഴിച്ചു കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണക്കമീൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഉണക്കമീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നമ്മൾ ചെമ്മീൻ തോരനൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെയാണ്. ഈ ഒരു തോരൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.